सारे जहां से अच्छा हिंदुस्ता हमारा हमारा सारे जहां से अच्छा। हम बुलबुले हैं इसकी ये गुलसिता हमारा हमारा सारे जहां से अच्छा। हिंदुस्ता हमारा हमारा सारे जहां से अच्छा। हिंदुस्ता हमारा हमारा सारे जहां से अच्छा। सारे जहां से നമ്മൾ ഈ കൊടും തണുപ്പത്ത് ചുക്ക് കാപ്പി പിടിച്ച് പറയ്ക്കുന്നു. അങ്ങനെ റമ്മടിച്ച് സൂഹിക്കുന്നു. ചന്ദ്രൻപിള്ളേ, സോറി സാർ. അങ്ങനെ കേട്ടു. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടില്ലേ, ട്രീറ്റ് മീ ആസ് യുവർ ഫ്രണ്ട്. നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നോട് ചോദിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഇതാണ്. Come on, have it. അയ്യോ സാർ, വെളിയിൽ പോണ്. Come on, cheers. Cheers. All these things are secondary. പണവും ഡ്രഗ്സും ഇവിടെ അതല്ല പ്രശ്നം. നമ്മൾ ഇത്രയും രഹസ്യമായി പ്ലാൻ ചെയ്ത ഈ ഓപ്പറേഷൻ എങ്ങനെ നായർ അറിഞ്ഞു? ചിന്തിച്ചോ? ഡൽഹിയിൽ നിന്ന് ഇത് ചോരില്ല. അവർക്കാർക്കും നായരെ അറിയില്ല. ചോർന്നിരിക്കുന്നത് ഇവിടെ നിന്നാണ്. നിങ്ങളുടെ കയ്യിൽ നിന്ന്, നിങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന്. ഞങ്ങളുടെ ഗ്രൂപ്പിൽ നായരോട് അടുപ്പമുള്ള ആരെങ്കിലും ഉണ്ടാവും. ഉണ്ട്. അതാരാണെന്ന് കണ്ടുപിടിക്കണം. രാധേ, നിന്റെ സ്നേഹത്തിനും നീ കാണിക്കുന്ന ഈ താല്പര്യത്തിനും തിരിച്ചു തരാൻ എന്റെ കയ്യിലൊന്നുമില്ല. വലുതല്ലെങ്കിലും നിനക്ക് തരാനൊരു ജീവിതം. പക്ഷെ അതിനും എനിക്കിന്ന് കഴിവില്ല. എന്റെ ജീവനും അവർ വിലയിട്ടില്ലേ? 10,000 രൂപ. ഞാനൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. അതിനുള്ള യോഗ്യത എനിക്കില്ല, അവകാശം എനിക്കില്ല. ഉണ്ട്, നിനക്ക് മാത്രം. ഇനിയൊരു ജീവിതമുണ്ടെങ്കിൽ അത് നിനക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. നിനക്ക് മാത്രം. നീയാണല്ലേ അവനോടെല്ലാം പറഞ്ഞു കൊടുത്ത പട്ടി കഴിവരുടെ മോളെ? എവിടെയാണ് അവൻ? നീ പറയില്ലല്ലേ? ഇല്ല, ഞാൻ പറയില്ല. നീ പറയില്ലല്ലേ? ഇല്ല, ഞാൻ പറയില്ല. സാർ, ബോഡി ഇവിടെ ഉണ്ട്. ഈ കുട്ടി നിങ്ങളുടെ ആരാ? എന്റെ ഒരു അകന്ന ബന്ധുവാണ് സാർ. ഞാനിനി നാട്ടിൽ ചെന്ന് അവരോട് എന്ത് സമാധാനം പറയും? വിഷമിക്കാതിരിക്കൂ ദേവയ്യ.
എല്ലാം വിധിയാണ്. റിയലി പാത്തറ്റിക്. നായരുടെ ട്രാജഡിക്ക് ശേഷം വെരി ഗ്ലൂമി. അയാളുമായിട്ട് അവൾ അത്ര അറ്റാച്ച്ഡ് ആയിരുന്നു. മരിച്ച പെണ്ണ് തലക്കുറി വായിച്ചിട്ടെന്താ? ലീവ് ദ മാറ്റർ. ഷീ ഈസ് ഗോൺ. അതവിടെ വെച്ചേക്കൂ. ഷീ ഈസ് മൈ സിസ്റ്റർ. ഹലോ. ഒരു റിലാക്സേഷൻ കിട്ടിയിട്ട് ദിവസം എത്രയെന്നറിയോ? കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ആ, അത് ഫിനിഷ് ചെയ്യടോ. ഇന്നാണ് മനസ്സിനൊരു സമാധാനം കിട്ടിയത്. ഒരു 5-6 വിട്ട് ശരിക്കൊന്ന് ഉറങ്ങാൻ പോവാ. കുമാരെ, നിങ്ങളുടെ പുരാണത്തിൽ രാവണനെ കുറിച്ചൊരു കഥയില്ലേ? വെട്ടിയ തലകൾ വീണ്ടും മുളച്ചു വരുമെന്ന്. ഒരു രാധയെ കൊന്നെന്ന് വെച്ച് നായർ ഒതുങ്ങിയെന്ന് വിചാരിക്കരുത്. അതല്ല കാര്യം. താൻ എന്റെ ഗോഡൌൺ കണ്ടിട്ടുണ്ടോ? ഇല്ല. ലക്ഷക്കണക്കിന് രൂപയുടെ വെപ്പൺസ് ആണ്. പാതി ഹൈലി എക്സ്പ്ലോസീവ്സ് ആയ മെറ്റീരിയൽസും. ഇരിക്കുന്ന സ്ഥലവും സാധനമൊക്കെ ആ നായർക്ക് അറിയുകയും ചെയ്യാം. പിന്നെ ഞാനെങ്ങനെ ഉറങ്ങടോ? ഒരു കല്ലെടുത്ത് എറിഞ്ഞാൽ മതി, ഒക്കെ കൂടി പൊട്ടിത്തെറിക്കാൻ. എന്നിട്ട് എന്ത് ചെയ്തു? ഞാനത് ഷിഫ്റ്റ് ചെയ്തു പരമ രഹസ്യമായ ഒരു സ്ഥലത്ത്. ഇനി നായരല്ല, ദേവേന്ദ്രന്റെ മകൻ കൊച്ചാപ്പിയില്ലേ, അവൻ വന്നാ കണ്ടുപിടിക്കില്ല. നമ്മുടെ ദേവയ്യനാ കാവല്. കുമാരെ, എക്സൈറ്റഡ് ആകാതെ. എങ്ങനെ എക്സൈറ്റഡ് ആവാതിരിക്കും? ലക്ഷക്കണക്കിന് രൂപയുടെ വെപ്പൺസും എക്സ്പ്ലോസീവ്സുമാണ് അയാൾ നശിപ്പിച്ചത്. പോരാത്തതിന് ഏത് അറുകൊലയ്ക്കും കൂടെ നിന്നിരുന്ന ദേവയനെയും രാധയെ കൊന്നതിന്റെ പ്രതികാരമാണ്. ഇങ്ങനെ പോയാൽ നാളെ അയാൾ ഇവിടെ വന്ന് എന്നെയും കൊന്ന് ഈ വീടിന് ദീപിക്കില്ലെന്ന് എന്താണ് ഉറപ്പ്? തനിക്കിപ്പോ എന്താ വേണ്ടത്? നായരെ ഒതുക്കണം. അറിയാഞ്ഞിട്ടല്ല, ഓരോന്നിനും ഓരോ സമയവും കാലവും ഉണ്ട്. സമയവും കാലവും മുഹൂർത്തം നോക്കിയിരിക്കാൻ ഇനി ഞാനില്ല. യു ഡോണ്ട് നോ ദാറ്റ് നായർ ഈസ് എ ഡെവിൾ. ആയിക്കോട്ടെ, പക്ഷെ അയാളല്ല നമ്മുടെ ലക്ഷ്യം. സാറ്റിലിരിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ ആയുധങ്ങളാണ്. ഈ ആഴ്ചയിൽ ഏത് ദിവസം വേണമെങ്കിലും ഷിഫ്റ്റിംഗ് നടക്കാം. So what? We have already planned our operation. നമ്മുടെ ഈ ഓപ്പറേഷന് സാറ്റലൈറ്റ് ട്രെയിനീസ് കോപ്പറേറ്റീവ് എന്ന് വല്ല ഉറപ്പുണ്ടോ? അങ്ങനെ നമ്മൾ സംശയിക്കേണ്ട കാര്യമില്ല. എനിക്കുറപ്പാ. പക്ഷെ എനിക്ക് ഉറപ്പില്ല. ഒരു പെട്ടി ഡ്രഗ്സ് പാർട്ടിക്ക് എത്തിക്കാൻ ഭയപ്പെട്ടവർ ഇങ്ങനെ ഒരു ഓപ്പറേഷന്, അതും ഇത്രയും ഡേഞ്ചറസ് ആയ ഒരു ഓപ്പറേഷൻ കൂട്ടുവെക്കുമോ? ഇല്ല. പിന്നെ കുറച്ചു ദിവസത്തേക്ക് അവരെ ഇവിടുന്ന് അകറ്റി നിർത്തണം, ഓപ്പറേഷൻ കഴിയുന്നവരെ. അതെങ്ങനെ? ഒരു വഴിയുണ്ട്. ആദ്യം ഞാൻ ബ്രിഗേഡിയർ ഒന്ന് കാണട്ടെ. നമ്പ്യാർ എന്താണ് പറയുന്നത്? ഈ മരണങ്ങൾ തമ്മിൽ എന്ത് ബന്ധം? അതോ ഈ മരണങ്ങൾക്കെല്ലാം പുറകിൽ നായരാണെന്നാണോ പറഞ്ഞു വരുന്നത്? എന്ന് ഞാൻ പറയില്ല. പക്ഷേ മരണമടഞ്ഞവർ ഓരോരുത്തരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നായരുമായി ബന്ധമുള്ളവരായിരുന്നു. ഇതെന്റെ നിഗമനമല്ല, പോലീസിന്റെ റിപ്പോർട്ടാണ്. ബട്ട് നായരെ പിടിക്കുന്ന കാര്യത്തിൽ ദേ ആർ നോട്ട് അറ്റ് ഓൾ സിൻസിയർ. എന്തും ചെയ്യാൻ മടിക്കാത്ത മഹാവീരചക്രം വരെ കിട്ടിയിട്ടുള്ള നായരെ പിടിക്കാൻ ഓഫ് കോഴ്സ് അവർക്ക് ഭയമുണ്ടാവും. ഞാൻ അറിഞ്ഞിടത്തോളം ബേസിക്കലി നായർ വളരെ വയലന്റ് ആണ്. സാധാരണ ഒരു രീതിയിലും അയാളെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ പോലീസിനെ സഹായിക്കേണ്ട നമ്മുടെ കടമയല്ലേ സാർ? എങ്ങനെ? ഏത് പ്രതികൂല സാഹചര്യത്തിലും അടിപതറാതെ മുന്നേറാൻ കഴിവും പരിശീലനം നേടിയ ട്രെയിനീസ് ഇല്ലേ, അവർക്കൊരു ട്രെയിനിങ് ആവട്ടെ, രാജ്യത്തിന് ഒരു സേവനവും.
യെസ് കം ഇൻ. ഹലോ, ആര് കുമാർജിയോ? ആവോ ആവോ, ബൈഠിയേ. ഹലോ അങ്കിൾ. ഹലോ. ഞാൻ ഇവിടെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാൻ വന്നതാ. അപ്പൊ സെന്റർ പറഞ്ഞു വർമാജി ഇവിടെ ഉണ്ടെന്ന്. കണ്ടുകളാമെന്ന് കരുതി. ഹായ് പാർവതി. മീറ്റ് മിസ്റ്റർ നമ്പ്യാർ, ഞങ്ങളുടെ പുതിയ ഇൻസ്ട്രക്ടർ. ഗ്ലാഡ് ടു മീറ്റ് യു. നൈസ് ടു മീറ്റിംഗ് യു. ഐ ആം കുമാർ. ചെറിയൊരു കച്ചവടക്കാരനാ. ഓ, നിങ്ങൾ മലയാളിയാണല്ലേ? യു ലുക്സ് ലൈക്ക് നോർത്ത് ഇന്ത്യൻ. ഉത്തരേന്ത്യക്കാരനാണെന്നേ തോന്നുന്നു. ആ നമ്പ്യാരുടെ ഒരു നോട്ടവും ആ ഭാവവും കണ്ടാ മതി. ചേട്ടനെ പരിചയപ്പെട്ടല്ലേ? നാളെ തുടങ്ങി നിന്റെ വീട്ടിലും വരും. ഇല്ല പ്രഭേ, അയാൾ എല്ലാ ദിവസവും വീട്ടിൽ വരാറുണ്ട്. നേരാണോ? അതെ, സാറ്റിൽ അയാൾ വന്ന അന്ന് മുതൽ വീട്ടിലും വരുന്നുണ്ട്. ഒരുപാട് രാത്രിയാവുന്നവരെ ചേട്ടനുമായിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നു. അപ്പോ ഇന്ന് പരിചയപ്പെട്ടതും ഷേക്ക് ഹാൻഡ് ചെയ്തതും ഒക്കെ കളവാ പ്രഭേ. നമ്മളറിയാതെ നമ്മുടെ ചുറ്റും എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. നായർ സാബിനെ കൂടെ കണ്ടോടെ മനസ്സാകെ കുഴഞ്ഞു മറിഞ്ഞു. ഇനി അയാൾ പറയുന്നതാണോ സത്യം? നീ ഇങ്ങനെ പേടിക്കാതെ. എന്തുണ്ടായാലും ഞങ്ങളൊക്കെ ഇല്ലേ? ഇല്ല പ്രഭേ, അതല്ല. അയാളെ ഇവിടെ വരുന്നതിന് മുമ്പേ ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെയാണ് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്. നീ ഒന്ന് വീട്ടിൽ വരാമോ? വരാം. പാർവതി, നിനക്ക് ഇയാളെ അറിയാമോ? അറിയാം. അയാൾ ഇൻസ്ട്രക്ടർ അല്ല, ഒരു പട്ടാളക്കാരൻ പോലും അല്ല. ഹിസ് എ ക്രിമിനൽ. നീ പറഞ്ഞ സത്യമാണോ? അതെ. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഗോപനെ അറിയിച്ചാലോ? ഇന്ത്യയുടെ ശത്രു ആരാണെന്ന് ചോദിച്ചാൽ പെട്ടെന്നൊരാളുടെ പേര് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മുടെ മുന്നിൽ രാജ്യത്തിന്റെ സുരക്ഷിതത്തിനും സമാധാനത്തിനും ഭീഷണിയായ ഒരാളുണ്ട്. നിങ്ങളുടെ പഴയ നായർ സാബ്. ഇത് നിങ്ങൾ രാജ്യത്തോട് ചെയ്യുന്ന സേവനമാണ്. അല്ല, രാജ്യം നിങ്ങളോട് ആവശ്യപ്പെടുന്ന സേവനമാണ്. ജീവനോടെയോ അല്ലാതെയോ നായരെ പിടിക്കുക. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ദിസ് ഈസ് നോട്ട് ആൻ ഈസി ജോബ്. സാധാ പട്ടാളക്കാർക്കോ പോലീസിനോ സാധിക്കാത്ത ഒരു കാര്യമായതുകൊണ്ടാണ് ഇത് നിങ്ങളെ ഏൽപ്പിക്കുന്നത്. ഏകദേശം ഒരു ധാരണയല്ലാതെ ഇന്ന് നായർ എവിടെയുണ്ടെന്ന് പോലും നമുക്കറിയില്ല. സോ കം ഓൺ ബോയ്സ്, അബൌട്ട് ടേൺ. ദിസ് ഈസ് എ ചാലഞ്ച്. നിങ്ങളുടെ പരിശീലനത്തിനും പ്രാക്ടീസിനും കിട്ടുന്ന ആദ്യത്തെ അംഗീകാരം. ഇത് നിങ്ങളുടെ അരങ്ങേറ്റമാണ്. വിഷ് യു ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു സർ. Come on, get in. Come on. Your arms, ammunition, food, everything inside the craft, okay? ഹലോ പ്രഭ. എന്താ പതിവില്ല സാറ്റിലേക്ക്? ഗോപനെ അല്ല, അച്ഛനെ ഒന്ന് കാണണം. രണ്ടുപേരുമില്ല. ഒരാളുടെ പ്രാക്ടീസിന് പോയി. അച്ഛൻ ഒരു സീക്രട്ട് കോൺഫറൻസിന് വേണ്ടി ഡൽഹിയിലേക്ക് പോയിരിക്കുക. പെട്ടെന്ന് പോകേണ്ടി വന്നു. ഏതായാലും ഇന്നിനി പ്രതീക്ഷിക്കണ്ട. എന്താ കാര്യം? ഒന്നുമില്ല.
Attention please. Your pilot speaking. Attention please. Whenever you need, just use your wireless. We'll be on the other side of the mountain. Whenever you need, just use your wireless.